ചേട്ടന്മാര് ഇതേപോലത്തെ കുടിശ്ശികളൊക്കെ എന്തൊക്കെ വാങ്ങിട്ടുണ്ട് സ്വീറ്റ് സിഗ്നലൊക്കെ ഉണ്ട്. പക്ഷെ എന്തിനോ വേണ്ടി തിളക്കുന്ന സംഭരണ പോലെ കുറെ ആൾക്കാര്. അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ വണ്ടികളെക്കാട്ടി പ്രശ്നം ഈ ആളുകള് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വലങ്ങൊക്കെ ഒരു ലൈസൻസ് ഇല്ലാണ്ട് അങ്ങനെ ഓടിയിട്ടാണ്. ഹലോ എവരിവൺ, ഹലോ, വെൽക്കം ടു ട്രാവൽ ടൈം. നമ്മുടെ എക്സ്പ്ലോർ ഇന്ത്യ 2024 നമ്മൾ എത്തിയിരിക്കുന്നു കൊൽക്കത്തയിൽ ഹൗറ ബ്രിഡ്ജിന്റെ താഴെ. യെസ്, അപ്പൊ നമ്മൾ ഇന്നലെ വൈകിട്ടോടെ എത്തിയതാണ്. പക്ഷെ രാവിലെ ഫുള്ള് മഴയായിരുന്നു അല്ലെ? അത് ഇന്നലെ രാത്രി നമ്മൾ പണ്ടാലൊക്കെ കണ്ട് പോയി ഉറങ്ങുമ്പോ 1 മണിയായിരുന്നു. അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് രാവിലെ മഴയായിരുന്നു, ഞങ്ങൾ ഇറങ്ങാൻ പറ്റിയില്ല. കുറച്ച് വീഡിയോ എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഇപ്പൊ വൈകിട്ട് സമയം ഏതാണ്ട് 5 മണിയായി. നമ്മള് ഹൗറ ബ്രിഡ്ജ് കാണാൻ വന്നിരിക്കുകയാണ്. ഡ്രസ് ചെയ്ത് ഇറങ്ങിയിരിക്കാണ്. അതിന് ബാക്കി പണ്ടാൽസൊക്കെ കാണണം, അതിന്റെ കൂടെ ഹൗറ ബ്രിഡ്ജും കൂടെ കാണണം. ബാക്കി പണ്ടാൽസ് കാണാം, അതുപോലെ ഹൗറ ബ്രിഡ്ജിന്റെ കാഴ്ചകളും കാണാം. ഓക്കെ, സോ ഇപ്പൊ നമ്മളുള്ളത് കൊൽക്കത്തയിലെ ദ ഫേമസ് ഹൗറ ബ്രിഡ്ജ് കാണാൻ വന്നിരിക്കുകയാണ്. ഇതിന്റെ മറ്റൊരു പേരാണ് രവീന്ദ്ര സേതു. ഈ ബ്രിഡ്ജ് 1963 ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് ലോങ്സ്റ്റ് അയൺ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇൻ ദ വേൾഡ്. ബ്രിഡ്ജിന് താഴെയുള്ള മാർക്കറ്റാണ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ താമര വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്, പച്ചക്കറി, ഇവ പെർഫ്യൂംസ്. വലിയ മാർക്കറ്റാണ്. നമ്മളെ ഈ സാധനം കൊറേ ദിവസമായിട്ട് കാണുന്നുണ്ട്, പക്ഷെ ഇത് എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മനസ്സിലായത്. പാനി ഫൽ, അതായത് എന്തോ ഒരു വെള്ളത്തിലുണ്ടാവുന്ന ചെടി, പായലിന്റെ എന്തോ ഒരു കായ എന്താണ്, പക്ഷെ ഭയങ്കര ജ്യൂസിയാണ്. ഇവിടെ വന്നാൽ ഇവിടെ സ്വീറ്റ് ഷോപ്പുള്ള അടിയാണ് കേട്ടോ. ഇവര് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറേ സ്വീറ്റ്സ് ഉണ്ട്. എല്ലാം ഇവിടെ ഇതെല്ലാം ചീപ്പ് റേറ്റും കുറവ് റേറ്റാണ്. നമ്മളിവിടുന്ന് കുറച്ച് സ്വീറ്റ്സ് വാങ്ങി എന്തായാലും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. കൊള്ളാം. ഇപ്പൊ നവരാത്രി കൂടി ആയതുകൊണ്ട് എല്ലാ ഷോപ്പുകളും ഇതേപോലെ വൻ ബിസിനസ്സാണ്. പല ടൈപ്പ് പേഡാസ്, ലഡൂസ് എല്ലാം ഉണ്ട്. നമ്മൾ ഇവിടെ ഉള്ള മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെ നടക്കുവാണ്. ഇവിടെ ഇരിക്കും. ഇവിടുത്തെ സ്പെഷ്യൽ ഒരു സാധനമുണ്ട്, സന്ദേശം. നമ്മൾ അത് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചേട്ടന്മാര് ഇതേപോലത്തെ കുടിശ്ശികളൊക്കെ എന്തൊക്കെ വാങ്ങിട്ടുണ്ട്. സ്വീറ്റ് എന്തോ ഒരു സ്വീറ്റ് ആണെന്നാ പറഞ്ഞ, മനസ്സിലായില്ല. നമ്മളിവിടെ ഈ സാധനം മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇതിന്റെ പേരാണ് സന്ദേശം. എന്റെ പേരെന്താ പറഞ്ഞു? ഇത് പാലാന്നാ പറഞ്ഞ പുള്ളി. അരിപ്പൊടി കൊണ്ടുണ്ടാക്കി എന്തോ ഏത്തലുണ്ട്. എനിക്കിഷ്ടമോ? കൊള്ളാം. അരിപ്പൊടിയാണോ? ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ സാധനം എന്നാണ് പുള്ളി പറഞ്ഞത്. ഇപ്പൊ നോക്കിയാൽ നല്ല ഇരുട്ടായ പോലെ ഇല്ലേ? ഇരുട്ടായ പോലെ ഇല്ലേന്നല്ല, ഒരുപാട് ഇരുട്ടായിട്ട് നല്ല ഇരുട്ടായിട്ടുണ്ട്. പക്ഷെ സമയം 6 മണി ആവുന്നുള്ളൂ. ഇവിടുത്തെ സൺസെറ്റ് എന്ന് പറയണത് 5:20 ഇവിടെ സൺസെറ്റ്. നല്ല ഫുൾ ഇരുട്ടായിട്ടോ. ഒരു 7 മണി 8 മണി ഫീൽ ഉണ്ടല്ലേ. നമ്മളിവിടെ ഇന്നൊരു പണ്ടാലിക്കുള്ള ക്യാബ് കാത്തൊക്കെയാണ്. സമയം 6 മണി ആവുന്നല്ലോ. കണ്ടാ
കുറെ നേരം കാത്തുക്കാൻ തുടങ്ങിയിട്ട് ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ടേ ഒന്നും വരുന്നില്ല. ഇവിടെ സൂക്ഷിച്ചു നോക്കിയാലേ റോട്ടിൽ ഇങ്ങനെ റെയിൽ ട്രാക്ക് പോലെ 2 ട്രാക്ക് കാണാം. അതായത് ടോട്ടൽ 4 എണ്ണം, അതായത് 2 ട്രാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് മുന്നേ ഇവിടെ കൊൽക്കത്തയിലെ വെരി ഫേമസ് ട്രാം ഓടിക്കൊണ്ടിരുന്ന ട്രാക്കാണ്. നമ്മൾ ഇന്നലെ ഒരു ചേട്ടനോട് സംസാരിച്ചിരുന്നു, ഡ്രൈവർ ചേട്ടനോട്. പുള്ളി പറഞ്ഞത് മമതാ ബാനർജി നിർത്താൻ പറഞ്ഞത് ഭയങ്കര സ്ലോ ആണെന്ന് മാത്രമല്ല, ഈ ഒരു ട്രാഫിക്കിൽ ഇപ്പൊ അത് അത്ര പോസിബിൾ അല്ല. ഇപ്പൊ ട്രാം ഒഴിവാക്കി എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. അതുപോലെ തന്നെ AC ട്രാം 1-2 ജസ്റ്റ് ഓടുന്നുണ്ട് എന്നുള്ളതും അറിവ് കിട്ടി. പക്ഷെ ദുർഗാപൂജ സമയം ആയതുകൊണ്ട് ഇപ്പൊ അതും ഇല്ല എന്നാണ് തോന്നുന്നത്. കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ട്രാം നമുക്ക് മിസ്സായി. കൊൽക്കത്തയുടെ 2 ഐക്കോൺസിൽ ഒന്നായിരുന്നു, ഒന്ന് ട്രാമും ഒന്ന് ഇവിടുത്തെ യെല്ലോ ടാക്സി. ആണ് കൊൽക്കത്തയിലെ ആൾക്കാരെ കുറിച്ച് പറയാനുള്ളത്. പറയൂ, എന്താണ് താങ്കൾക്ക് ഇവിടെ, താങ്കളുടെ സങ്കല്പത്തിലെ കൊൽക്കത്ത ഇതായിരുന്നോ? അല്ലല്ലേ, എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, കൊൽക്കത്ത ഈസ് വെരി വെൽ പ്ലാൻഡ് സിറ്റി എന്നുള്ളത്. ഇവിടെ പക്ഷേ ഇതാണ് പ്ലാൻഡ് സിറ്റിയുടെ ഒരു അവസ്ഥ. കുറെ ആൾക്കാർ അങ്ങോട്ട് ഓടുന്നു, കുറെ ആൾക്കാർ ഇങ്ങോട്ട് ഓടുന്നു, കുറെ വണ്ടികൾ അങ്ങോട്ട് ഓടുന്നു, കുറെ അത് അവിടെ നിന്ന് ഒരുത്തം ഇങ്ങോട്ട് വരുന്നു. നോക്കിയേ, ഇവിടെ സീബ്ര ക്രോസിംഗും ഇല്ല, സിഗ്നലും ഇല്ല. സിഗ്നലൊക്കെ ഉണ്ട്, പക്ഷെ എന്തിനോ വേണ്ടി തിളക്കുന്ന സംഭരണ പോലെ കുറെ ആൾക്കാർ. അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ വണ്ടികളെക്കാട്ടി പ്രശ്നം ഈ ആളുകള് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വലങ്ങൊക്കെ ഒരു ലൈസൻസ് ഇല്ലാണ്ട് അങ്ങനെ ഓടിയിട്ടാണ്. ഡ്രൈവിങ് വൻ ഷോക്കാണ്. നമ്മുടെ വണ്ടി ഇന്നലെ കൊണ്ട് ഞാൻ ചെറിയതായിരുന്നു. അയ്യോ, കേരളം എത്ര, എന്റെ കേരളം എത്ര സുന്ദരം. ഒരുപാട് പോവർട്ടി ഉണ്ട് ഇവിടെ ഒരുപാട് സാധാരണക്കാരെന്ന് പറയാൻ പറ്റില്ല, അതിലും താഴെയായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. റോഡ് സൈഡിലേക്ക് കടന്നുറങ്ങുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. ഇവിടെ റോഡ് സൈഡാണ് വീട്, ബാത്റൂം, കിച്ചൺ എല്ലാം റോഡ് സൈഡാണ്. നമ്മളാരും കുറ്റം പറയുന്നല്ല. അല്ലെ, നമ്മള് പക്ഷെ ബാംഗ്ലൂരിൽ കാണുമെങ്കിലും ഒരു ചെറിയ ഏരിയ ആയിരിക്കും. ഇത് നമ്മൾ ഏകദേശം ട്രാവൽ ചെയ്ത റോഡിന്റെ എല്ലാ റോഡിന്റെ സൈഡിലും ആക്ച്വലി അക്കോമഡേഷൻ പോലെ ആൾക്കാരെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ നമ്മൾ ഹൗറ ബ്രിഡ്ജിൽ നിന്ന് ടാക്സി എടുത്ത് ഒരു പണ്ടാല് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ നമ്മളങ്ങനെ നീണ്ടൊരു ക്യൂ കഴിഞ്ഞ് വേറൊരു പണ്ടാലിന്റെ ഫ്രണ്ടിലെത്തി. ഇത് വരുന്നത് ഹിന്ദുസ്ഥാൻ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരുപാട് പണ്ടാൽസ് ഉണ്ട് കേട്ടോ. കുറച്ച് വലിയ വലിയ വൻ മെയിൻ ആയിട്ടുള്ള പണ്ടാൽസ് മാത്രമാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു പക്ഷിനെ കാണാം. ഇതിന്റെ തീം എക്സാക്ട്ലി എന്താന്നുള്ളത് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ കടലോ കുളം, താമര, അങ്ങനെ എന്തൊക്കെയോ കുറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരോട് ചോദിച്ചാൽ അവർക്കും അറിയുന്നില്ല എന്താണ് എക്സാക്ട് തീം എന്നുള്ളത്. സംഭവം സെറ്റ് ചെയ്തൊക്കെ നല്ല രസമായിട്ടുണ്ട്. നമ്മൾ ആ പണ്ടല്ലേ കണ്ടിറങ്ങി. അത് ആക്ച്വലി രവീന്ദ്രനാഥ് ടാഗോറിന്റെ വീടിന്റെ കൺസെപ്റ്റിലുള്ള പണ്ടാലായിരുന്നു. ഇറങ്ങിയതിന് ശേഷമാണ് നമുക്കത് മനസ്സിലായത്. ഇനി നമ്മൾ വേറൊരു പണ്ടാല കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ എന്താ അറിയോ, ഇവിടെ എല്ലായിടത്തും മാർക്കറ്റാ അല്ലേ. എല്ലായിടത്തും ചെറിയ ചെറിയ ഇങ്ങനെ ഷോപ്പുകളാണ്, എല്ലായിടത്തും മാർക്കറ്റാണ്. അതെ, കൊൽക്കത്ത നമുക്ക് പ്രോപ്പറായിട്ടൊരു ഗൈഡൊന്നുമില്ല. നമ്മളിങ്ങനെ പണ്ടാലികൾ കണ്ടു നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എവിടെ പോയാലും റോഡ് സൈഡിൽ മാർക്കറ്റുകളും സംഭവങ്ങളൊക്കെ ഫുൾ തിരക്കാണ് എല്ലായിടത്തും. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത കണ്ടാല് കാണാൻ പോവാം.
ഇവിടെ നമുക്ക് ഇതൊരു പണ്ടാലിന്റെ ഫ്രണ്ടിലുള്ള സ്റ്റോളാണ്. നമ്മൾ ഇതുവരെ ഒന്നും കാണാത്ത ഒരു സ്റ്റൈലില് മാലകള് സാധനങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ ആൻഡ്മാന്റെ ഒരു ലൈറ്റ് കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പണ്ടാലിന്റെ തീം എന്ന് പറയുന്നത് ഓട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ടുക്ടുക്കുകള് അതുപോലെ തന്നെ ഉന്തുവണ്ടികളൊക്കെയാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. ഇതുള്ളത് സിംഗി പാർക്കിലാണ്. ഇവിടെ നമുക്ക് കാണാം, ഇത് കാണുന്നത് സൈക്കിളിന്റെ ഒക്കെ വീലിന്റെ ഡിസൈനാണ്. നമ്മുടെ ഫ്രണ്ടില് ഒരു ഉന്തുവണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലൊരു ഉന്തുവണ്ടി അല്ല, നമ്മൾ കൽക്കത്തയിലാണ് ഇപ്പൊ ഈ സാധനം അധികം കാണുന്നത്. ആളുകൾ വിളിച്ചോണ്ട് പോകുന്ന വണ്ടി, സൈക്കിൾ റിക്ഷ അല്ല, ആളുകൾ വിളിച്ചോണ്ട് പോകുന്ന റിക്ഷ. രണ്ട് സൈഡിലും ഇതുപോലെ റിക്ഷകള് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല എഫേർട്ടുള്ള പണി കേട്ടോ അത്. എന്തായാലും പിന്നെ അങ്ങ് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇതുണ്ട്. ഇതിന്റെ ഫ്രണ്ടില് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടോ, അത് ഒന്ന് കാളവണ്ടി ചക്രമാണ് അല്ലെങ്കിൽ വണ്ടി ചക്രം. രണ്ട് സൈഡിലും രണ്ട് ആളുകൾ വെച്ച് കൊണ്ടുവന്ന റിക്ഷകള്. പിന്നെ അതിന്റെ സൈഡിലൊക്കെ ഈ കാണുന്നതൊക്കെ ഹാൻഡിൽ പോലെ എന്തോ സെറ്റ്, സൈക്കിളും അതിന്റെ ഹാൻഡിലുമാണ്. രണ്ട് സൈഡിലും റിക്ഷകളുണ്ടോ ഉണ്ടല്ലോ. അടുത്ത 12 ലക്ഷം മൈൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ തീമുണ്ട്, പക്ഷെ ഇതൊക്കെ തീമാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിന്റെ തീം എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. ഫുള്ള് മുള കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മൾ നേരത്തെ കണ്ട അത്ര വലുതല്ല, മോഡറേറ്റ്ലി കുറച്ച് ചെറുതാണ്. ഇവിടെ നവരാത്രിക്ക് എല്ലാവരും മൈലാഞ്ചി ഇടുന്നുണ്ട് കേട്ടോ. കൊള്ളാല്ലേ? സമയം 9:30 ഇവിടെ എന്താ അറിയോ, പെട്ടെന്ന് സൺസെറ്റ് ആവുന്നോണ്ടേ നമുക്ക് പെട്ടെന്ന് ഇരുട്ടായി തോന്നും, രാത്രി ആയി തോന്നും. ചൂടൊരു രക്ഷയില്ലാത്ത ചൂടാണ്. എനിക്ക് ജലദോഷമൊക്കെ പിടിച്ചു. ഞങ്ങൾക്ക് രണ്ടാൾക്കും ജലദോഷം തൊണ്ടവേദനയൊക്കെ പിടിച്ചു. കാരണം നല്ല ചൂടായതുകൊണ്ട് തണുത്ത വെള്ളം വാങ്ങി കുടിച്ചിട്ടാവുന്നുണ്ട് അല്ലേ. നല്ല ജലദോഷം തൊണ്ടവേദനയൊക്കെ പിടിച്ചു. മാർക്കറ്റൊക്കെ ആൾക്കാരൊക്കെ സ്റ്റിൽ ഓണാണ്. ഇവിടുത്തെ സ്പെഷ്യൽ സാരികളുണ്ട്. ഈ കാണുന്നതാണ് ബംഗാളി സ്പെഷ്യൽ സാരീസ്. അതിൻ്റെ ഒരു വർക്കും ആ വർക്കുകളല്ലേ ഇതൊക്കെ സാരിയില് ഒന്നുകൊണ്ടൊക്കെ സോ നമ്മൾ അങ്ങനെ ഒരു ദിവസത്തെ ഫുൾ നടന്നതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. സൂര്യ, താങ്കൾ എന്താണ് കേൾക്കുന്നത്? മോക്ടെയിൽ ജ്യൂസ് അല്ലേ? ജ്യൂസ്, ക്രാൻബെറി ജ്യൂസ്. അതെ അതെ, ഞാനും ഒരു ജ്യൂസ്. ഹായ് വൺസ്, ഗുഡ് മോർണിംഗ്. സോ സമയം 6 മണി. പുറത്തുണ്ടെങ്കിൽ നല്ല വെളിച്ചമായി തോന്നും. കാരണം ഇവിടെ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏർലി സൺസെറ്റും ഏർലി സൺറൈസും ആണ്. അപ്പോൾ ഇപ്പോൾ 6 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൊൽക്കത്തയോട് വിട പറയാൻ പോവാണ്. മതിയായി, നല്ല ട്രാഫിക് പോകാനും പറ്റില്ല.
ഒന്ന് ഇവിടത്തെ ക്യാബ് എടുത്ത് പോകണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ്. നമ്മള് യെല്ലോ ടാക്സി കണ്ടില്ല, അത് കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെയാണ്, പക്ഷെ ഇന്ത്യ 300 രൂപയാണ്. ഇന്നലെ നമ്മളിത് 5 കിലോമീറ്റർ പോവാൻ വേണ്ടിട്ട് ആയാൽ മേടിച്ചത് 400 രൂപയാണ് 5 കിലോമീറ്റർ പോകാനായിട്ട്. അപ്പൊ ഞാൻ ഓർക്കായിരുന്നു ഇന്നലെ നമ്മള് ഇൻഡോറിന്റെ വീഡിയോയില് പറയുന്നുണ്ട്, അവിടെ നമ്മൾ 4 കിലോമീറ്റർ പോകാൻ വേണ്ടിട്ട് കൊടുത്തത് ആകെ 20 രൂപയാണ്. അതൊന്നും എത്ര മടങ്ങ് കൂടുതലായിട്ടാണ്. പിന്നെ എല്ലാവരും ഭയങ്കര റൂഡാ. അവര് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പുറത്തോട്ട് വേറെ ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ്. ഓട്ടോ ഡ്രൈവേഴ്സ് എല്ലാം ഭയങ്കര റൂഡാണ്. ആളുകള് ഭയങ്കര എനിക്കൊട്ടും ഭയങ്കര ടൂറിസ്റ്റ് ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഈ ഫസ്റ്റ് രംഗം അടിച്ച് എന്താണെന്നറിയോ, ആദ്യമായിട്ടാണ് നമ്മളെ മാരേജ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് അല്ലേ. നമ്മൾ ഇത്രയും ദിവസം 30 ദിവസത്തോളമായി പല പല സ്ഥലങ്ങളിൽ പല പല ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. പക്ഷെ ആദ്യമായിട്ടാണ് ഈ ഇവിടുത്തെ ഹോട്ടലിൽ വന്നപ്പോഴാണ് അവര് മാരേജ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. പിന്നെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അത്ര എനിക്ക് വെൽക്കമിങ് ആയിട്ടൊന്നും തോന്നിയില്ല. സോ ടോട്ടലി കൊൽക്കത്ത എനിക്ക് അത്ര ഒരു ഇഷ്ടമില്ല. ഇന്നലെ ഒന്നാമത് തിരക്കാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ എന്തായാലും നമ്മള് കൊൽക്കത്തയിലോട്ട് ഇപ്പൊ വിട പറയാണ്. നേരെ പോകാൻ പോകുന്നു ഒഡീഷ, പുരി സൺ ടെമ്പിൾ. അതെ, പുരി സൺ ടെമ്പിൾ, പുരി ബീച്ചൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. ഒരുപാട് സമയം എടുക്കും, 10-12 മണിക്കൂർ എടുക്കണ്ടാവും. എന്തായാലും ഓടി പിടിക്കാം. കൊൽക്കത്ത ടു പുരി കാഴ്ചകളും ബാക്കി വിശേഷങ്ങളും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.